നിത്യത തീർക്കുന്ന നിമിഷങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആയിരത്തി 1993 റിലീസായ തിരുനാമ കീർത്തനം എന്ന വളരെ പ്രശസ്തമായ ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബം, അതിൽ നിന്നാണ് നമ്മളൊരു പാട്ടെടുത്തിരിക്കുന്നത്, പ്രഭാതത്തിൽ എന്നെ. ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സണ്ണി സ്റ്റീഫനാണ്. ഒറിജിനൽ സൗണ്ട് ട്രാക്ക് പാടിയിരിക്കുന്നത് മർക്കോസാണ്. നമുക്ക് വേണ്ടി ഇന്നിവിടെ പാടുന്നത് അജിത് വിജയൻ. നമുക്ക് ഈ പാട്ടൊന്ന് കേട്ടു നോക്കാം. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥാ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥാ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം. ഇതാ ഇന്ന് നിന്റെ ദയാധിക്യമല്ലോ ഉണർത്തുന്നതെന്നെ, അനുഗ്രഹിച്ചാലും ഉണർത്തുന്നതെന്നെ അനുഗ്രഹിച്ചാലും. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥാ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം. കേരള തനിമയാർന്ന ഈ വരികൾ തന്നതാണ് ബഹുമാനപ്പെട്ട പനച്ചിക്കലച്ചന്. സ്വാഗതം. പ്രഭാതത്തിൽ എന്നെ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനുഷ്യൻ്റെ എല്ലാ മനസ്സിലോട്ടും സംഗീതം പഠിച്ചവർക്ക് ഓടിയെത്തുന്ന രാഗമാണ് പൂവാളം. ആ രാഗത്തിൽ ഇത് ചെയ്തിരിക്കുന്നു. രണ്ടാമതായി നമ്മുടെ ഉടുക്കിൻ്റെ താളം വളരെ ഗ്രാമീണമായ താളമാണെങ്കിലും അതിൻ്റെ വിളംബരത്തിൻ്റെ ഒരു താളം 5/8, അത് വേറൊരു കൺസെപ്റ്റാണ്. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ഒരു പാട്ടിലേക്ക്, ഭൂപാളരാഗവും ഈ വിളംബരവും എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത ഈ വരികൾക്ക് ഇങ്ങനെ നമ്മളൊരു ഭാരതീയ പശ്ചാത്തലത്തിലുള്ള ലിറിക്സ് അച്ഛൻ എങ്ങനെ ഭാവന ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് വിശദീകരിക്കാമോ? ഇത് ഈണത്തിലേക്ക് എഴുതിയൊരു പാട്ടല്ല, എന്നാൽ താളം എനിക്ക് നിർദ്ദേശിച്ചു തന്നിരുന്നു. അപ്പോൾ തന്നെ സംഗീത സംവിധായകൻ പറഞ്ഞു, ഇത് പ്രഭാതത്തിന് പറ്റിയൊരു ഈണമാണ് വരാൻ പോകുന്നത്, അതുകൊണ്ട് അതിന് പറ്റിയ വരികൾ വേണം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പ്രഭാത സമർപ്പണം എന്നും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, പ്രഭാത സമർപ്പണം ഒരു ഗാനത്തിലൂടെ ആവിഷ്കരിക്കണമെന്ന്. അപ്പോൾ ആദ്യത്തെ എഴുന്നേറ്റ് വരുമ്പോഴേ നമുക്ക് തോന്നേണ്ട ഒരു വികാരം എന്ന് പറയുന്നത് നന്ദിയുടെ വികാരമാണ്, അല്ലേ? അതുകൊണ്ടാണ് ഇതാ ഇന്ന് നിൻ്റെ ദയാധിക്യമല്ലോ ഉണർത്തുന്നത് എന്നെ അനുഗ്രഹിച്ചാലെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഉണർന്നത് തന്നെ അവിടുത്തെ ദയ കൊണ്ടാണ്. ഞാനിങ്ങനെ വാസ്തവത്തിൽ നിദ്രയിലായിരുന്നു, മരണം പോലെ തോന്നാവുന്ന ഒരവസ്ഥ, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോഴും നിരന്തരമായി എൻ്റെ ഹൃദയം ഇടിച്ചുകൊണ്ടിരുന്നു. ഞാൻ നിശ്വസിച്ചിരുന്നു. എല്ലാം എന്നിൽ ഭദ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇതൊന്നും ഞാൻ അറിയുന്ന ഒരവസ്ഥയല്ലല്ലോ. അപ്പോൾ ദൈവം എന്നിൽ പ്രവർത്തിക്കുന്ന അത്ഭുതകരമായ പരിപാലനയാണ്. അവിടെ എല്ലാം പരിപാലന കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ ഉണർന്നത് എൻ്റെ മിടുക്കുകൊണ്ടല്ല, എൻ്റെ കഴിവുകൊണ്ടല്ല, അങ്ങയുടെ ഔദാര്യം കൊണ്ടാണ്. ഇതാ ഇന്ന് നിൻ്റെ ദയയുടെ ആധിക്യമല്ലേ എന്നെ ഉണർത്തിയത്. അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് കടപ്പെട്ടിരിക്കുന്നു. ഞാൻ മുഴുവൻ അങ്ങയുടേതാണ്. അതുകൊണ്ട് നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതം, ഇന്നത്തെ ജീവിതം, നാളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അവിടെ, ഇന്നത്തെ ഈ ജീവിതം നിനക്ക് സമർപ്പിക്കുന്നു. അതാണ് അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഈ പദപ്രയോഗത്തിൽ സാധാരണ നമ്മൾ കവിത എഴുതുന്നതിന് വിട്ട് ഒരു രീതി അച്ഛൻ ഇതിനകത്താണ് പ്രഭോ, അങ്ങനെയുള്ള പല പ്രയോഗങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ താളത്തിന് വേണ്ടിയിട്ടാണോ അതെയോ ഈ വെറും താളത്തിന് വേണ്ടിയിട്ടല്ല. നമ്മൾ ഓരോ വാക്ക് പ്രയോഗിക്കുമ്പോഴും ആ വാക്കുകൊണ്ട് ആ വാക്കിലൂടെ ഒരു വികാരം സന്നിവേശിപ്പിക്കല്ലേ, ഒരാശയ പ്രപഞ്ചം സൃഷ്ടിക്കാനല്ല ശ്രമിക്കുന്നത്. അപ്പോൾ ഓരോ വാക്ക് പ്രയോഗിക്കുമ്പോഴും അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്, അതിനെ പറ്റിയ വാക്കുകളെ തിരഞ്ഞെടുക്കുള്ളൂ. ചിലപ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ പല വാക്കുകൾ വെച്ച് നോക്കും, എന്നിട്ട് പിന്നെ ഒരെണ്ണം ഇതാണ് ഈ ആശയത്തിന് ഏറ്റവും നല്ലത് തോന്നിട്ടങ്ങനെ. അപ്പോൾ ഈ ട്യൂണിനും ഈ ഒരു സമർപ്പണത്തിനും പറ്റിയത് പ്രഭോ എന്നാണെന്ന് തോന്നി, അതുകൊണ്ട് അങ്ങനെ വെച്ചതാണ്. അതെ,
അതെ, നമ്മൾ സാധാരണ ക്രിസ്ത്യൻ ഡിവോഷനിൽ കാണാത്ത ഒരു പ്രയോഗങ്ങളത്. നാഥൻ എന്ന വാക്കിന് സമാനമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണത്. ഹിന്ദിയിലൊക്കെ ധാരാളമായിട്ട് പ്രഭു ഉപയോഗിക്കുന്നുണ്ട്. അത് സംസ്കൃതത്തിൽ നിന്ന് വരുന്നൊരു ഒരു വാക്കാണ്. അപ്പം അതിനൊരു ഈ പറയുന്ന ട്യൂണിന് ഇണങ്ങുന്ന ഒരു വാക്കാണത്. ശരിക്കും നമുക്കൊരു ഭജൻ കേൾക്കുന്ന സുഖമല്ല, നമ്മുടെ ഒരു പിന്നെ കേരള പശ്ചാത്തലത്തിലുള്ള ഒരു ക്രിസ്ത്യൻ ഡിവോഷനിൽ കേൾക്കുന്ന ഫീലിംഗ് അല്ല. ഇത് രണ്ടും കൂടെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്. ഭക്തി എന്ന് പറയുന്നത് മതാതീതമായിട്ട് നിൽക്കുന്നതല്ലേ. അപ്പം അതുകൊണ്ട് ചില വാക്കുകൾ നമ്മുടേതായ മതവേദിയിൽ ഒതുങ്ങി നിൽക്കുന്നത്. അപ്പം ഈശോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അത് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പം ഈ പാട്ട് എല്ലാവർക്കും സ്വീകരിക്കാൻ തക്ക വിധമായിരിക്കുക ആ പ്രഭു എന്ന് ഉപയോഗിച്ചപ്പോൾ. എന്നാൽ ഈശോയെ പ്രഭുവായിട്ട് കർത്താവായിട്ട് കാണുന്നവർക്ക് തീർച്ചയായിട്ടും പ്രഭു എന്ന് പറയുമ്പോൾ ഈശോ അല്ലാതെ മറ്റാരും അല്ല എന്ന ഒരു ഗുണമുണ്ട്. നമുക്കിതിൻ്റെ അനുപല്ലവി ഒന്ന് കേട്ട് നോക്കാം. പിതാവിൻ്റെ മുൻപിൽ പ്രസാദിച്ച പുത്ര, ജീവന്റെ നാഥ എഴുന്നള്ളിയാലും. പിതാവിൻ്റെ മുൻപിൽ പ്രസാദിച്ച പുത്ര, ജീവന്റെ നാഥ എഴുന്നള്ളിയാലും. സദാ എൻ്റെ ഉള്ളിൽ പ്രകാശിച്ചു വാഴൂ, വിളങ്ങട്ടെ ഞാനും നിൻ ജ്വാലയായി. വിളങ്ങട്ടെ ഞാനും നിൻ ജ്വാലയായി. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം. അനുപല്ലവി കേട്ടപ്പോൾ പിതാവിൻ്റെ മുമ്പിൽ പ്രസാദിച്ച പുത്ര, അതിനൊരു മനസ്സിലാക്കാൻ ഒരു കൺസെപ്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് മാമോദിസയുടെ സമയത്ത് യോർദാൻ നദിയിൽ ഈശോ മാമോദിസ സ്വീകരിച്ചപ്പോൾ പിതാവിൻ്റെതായ ഒരു അശരീരി ഉണ്ടായി. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ സംഭവത്തെ ഒന്ന് അനുസ്മരിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങ് പിതാവിൻ്റെ മുമ്പിൽ പ്രസാദിച്ച പുത്രനാണ്. ഇതുപോലെ എനിക്കും ഈ ഒരു പരിശുദ്ധാത്മ അഭിഷേകം ഉണ്ടാകണം. നീ തന്നെ എന്നിലേക്ക് എഴുന്നള്ളി വരണം. അങ്ങനെ നീ ലോകത്തിൻ്റെ പ്രകാശമായിരിക്കുന്നത് എന്നിൽ നീ വന്ന് വസിക്കുമ്പോൾ ഞാനും ആ പ്രകാശത്തിൻ്റെ ഒരു നാളമായി ജ്വാലയായിട്ട് വരും. അതുകൊണ്ട് നീ എന്നിൽ വന്ന് വസിക്കണം, എഴുന്നള്ളി വരണം എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കും അങ്ങനെ ദൈവം പ്രസാദിച്ചൊരു ജീവിതം വേണം. പിന്നെ ഗ്രാമാറ്റിക്കലായിട്ട് നോക്കുമ്പോൾ പിതാവിൻ്റെ മുമ്പിൽ പ്രസാദിച്ച പുത്ര എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കാം. പുത്രനല്ല പ്രസാദിച്ചത്, പിതാവ് പുത്രനിൽ പ്രസാദിക്കുകയല്ല ചെയ്തത്. അപ്പോൾ പിതാവിൻ്റെ മുമ്പിൽ പ്രസാദിച്ച പുത്ര എന്ന് പറയുമ്പോൾ പുത്രൻ പ്രസാദിച്ചു എന്ന് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം. പക്ഷേ ഈ പ്രയോഗത്തിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് പിതാവിൻ്റെ ആ പുത്രനെ അംഗീകരിക്കുന്ന ഇവനെൻ്റെ പ്രിയപുത്രൻ, ഞാനിവനിൽ പ്രസാദിച്ചിരിക്കുന്നു പറയുന്ന സംഭവത്തെ അനുസ്മരിപ്പിക്കുക എന്നുള്ളതാണ്. അത് വളരെ അപൂർവമായിട്ട് ആരോ ചിലർ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ ഉള്ളൊരു കാര്യം. പക്ഷേ ഇവിടെ എൻ്റെ ജീവിതം നിനക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ അത് ഏറ്റെടുക്കണം. നീ ഏറ്റെടുക്കുകയും എന്നിൽ വന്ന് വസിക്കുകയും എന്നിൽ നീ പ്രവർത്തിക്കുകയും ചെയ്യണം. അപ്പം നിൻ്റെ ഒരു പ്രവർത്തനം എന്നിൽ നടക്കണമെന്നുള്ളതാണ്. അതാണ് സമർപ്പണത്തിൻ്റെ ഉദ്ദേശം. സത്യത്തിൽ നാം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയല്ല വേണ്ടത്. ദൈവം നമ്മിൽ തൻ്റെ പ്രവൃത്തി ചെയ്യാനായിട്ട് നമ്മളെ സമർപ്പിച്ച് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. ആ ഒരു കാര്യമാണ് ഞാൻ ഇതിനകത്ത് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത്. അപ്പം നീ വന്ന് എന്നെ ഏറ്റെടുക്കണം. അങ്ങനെ എൻ്റെ ജീവിതം നിൻ്റെ ആ ആവാസത്തിലൂടെ നിനക്ക് പ്രീതികരമായി തീരണം. എന്നിട്ട് നീ ലോകത്തിൻ്റെ പ്രകാശമാണ്. ആ പ്രകാശത്തിലൊരു നാളമായിട്ട് എനിക്കും തെളിയണം. അതാണ് ഈ പ്രഭാതത്തിൽ പാടുന്ന രാഗം ഭൂപാളമായപ്പോൾ ഈ ഭൂപാള രാഗം എന്ന് പറഞ്ഞാൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യണമെന്നൊക്കെയാണ് സംഗീതജ്ഞർ പറയുന്നത്. നമ്മൾ വെങ്കടേശ സുപ്രഭാതം കേട്ട് ഉണർന്നാൽ അതിൻ്റെ ഒരു പ്രസരിപ്പ് ഭയങ്കരമാണ്. അത് ആ പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള ആ വൈബ്രേഷൻ നമുക്ക് കിട്ടുന്നതുകൊണ്ടാണെന്നാണ്. അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഇല്ല, ഓരോന്നും നമ്മളെ ഓരോ തരത്തിൽ സ്വാധീനിക്കുന്നുണ്ടല്ലോ.
ഇപ്പോൾ നിറങ്ങൾ തന്നെ, ചില നിറങ്ങൾ നമ്മളെ ബഹളി പിടിപ്പിക്കും. അതുകൊണ്ടാണല്ലോ ഈ ചുവന്ന നിറം, അതേസമയം പച്ച നിറം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ. എന്ന് പറയുന്ന പോലെ തന്നെ ചില ശബ്ദ തരംഗങ്ങൾ, ചില ഫ്രീക്വൻസികൾ നമ്മളെ കൂടുതൽ സന്തോഷിപ്പിക്കും, ചിലത് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. അതുതന്നെ ശബ്ദത്തിൻ്റെ അളവ് തന്നെ അല്ലേ. അതെ, ഇത് മുഴുവൻ അക്ഷരമില്ലാത്തൊരു രാഗമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രസൻസ്, ധായുടെ പ്രസൻസ് ഭയങ്കരമായിട്ട് നമ്മളെ ആഴങ്ങളിലോട്ട് കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. മണിക്കൂറുകൾ കേട്ടിരുന്നാലും നമുക്ക് തൃപ്തി വരില്ല. ശ്രുതി നിരപേക്ഷമായിട്ടും നമുക്ക് ആസ്വദിക്കാവുന്നൊരു മേഖലയുണ്ട്. അതെ, അവിടെയാണ് വാസ്തലി ഓർക്കസ്ട്രയും അതിൻ്റെ ഈണത്തിൻ്റെ പ്രത്യേകതയൊക്കെ വരുന്നത്. അതെ. അപ്പം ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുക, ഇത് നമ്മുടെ പള്ളിയിൽ നിന്നൊക്കെ ഈ പാട്ടും രാവിലെ വയ്ക്കുമായിരുന്നെങ്കിൽ, കേൾക്കുമായിരുന്നെങ്കിൽ ആ പ്രഭാതത്തിൻ്റെ ഒരു സുഖം നമുക്ക് കുറച്ചുകൂടെ കിട്ടിയത്. ഒരു കാലത്ത് നമ്മുടെ ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ രാവിലെ ഈ പാട്ടിടുമായിരുന്നു. ഒരു പേരത് ആസ്വദിച്ചായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. മെല്ലെ ഉണർന്നു വരാൻ വളരെ സുഖമാണ്. നമുക്ക് ഇതിൻ്റെ ചരണം ഒന്ന് കേട്ട് നോക്കാം. പ്രഭു നന്ദിയോടെ പ്രകീർത്തിച്ചിടുന്നേൻ, നീയാണു നാഥൻ ഞാൻ നിന്റെ സ്വന്തം. പ്രഭു നന്ദിയോടെ പ്രകീർത്തിച്ചിടുന്നേൻ, നീയാണു നാഥൻ ഞാൻ നിന്റെ സ്വന്തം. സദാ നിന്റെ സത്യം പ്രഘോഷിച്ചു പാടാനിറങ്ങട്ടെ വേഗം, നീ നയിച്ചാലും ഇറങ്ങട്ടെ വേഗം, നീ നയിച്ചാലും. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥാ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥാ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം. ഈ ഭാഗത്ത് എൻ്റെ ദൗത്യത്തെക്കുറിച്ചുള്ള എൻ്റെ അവബോധം, ഞാൻ നിനക്ക് വേണ്ടി എന്നെ സമർപ്പിച്ചു, നീ നാഥനായിട്ട് എന്നിലേക്ക് വന്നു, ഇനി നിൻ്റെ ദൗത്യമാണ് എന്നിൽ നിറവേറേണ്ടത്, അതിനുവേണ്ടി ഞാനിതാ എന്നെ വിട്ടു തരുന്നു, അതുകൊണ്ട് വേഗം ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം സദാ നിൻ്റെ സത്യം പ്രഘോഷിക്കണം. അങ്ങനെ ലോകം മുഴുവനും സത്യം അറിയാനും ലോകം മുഴുവൻ നിന്നിലേക്ക് ആകർഷിക്കപ്പെടാനും ഇടയാകുന്ന ഒരു ദൗത്യം, അതിനുവേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. ഇവിടെയാണ് ഈ ദൗത്യം സ്വീകരിച്ച ഒരു വ്യക്തിക്ക് തിടുക്കമുണ്ട്. അതാണ് സദാ നിൻ്റെ സത്യം പ്രഘോഷിച്ച് പാടാൻ ഇറങ്ങട്ടെ വേഗം. ആ വേഗം എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ മനഃപൂർവ്വം പറഞ്ഞിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒട്ടും കാത്തു നിൽക്കാതെ ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെയാണ് ഈ 72 പേരെ ഈശോ പറഞ്ഞയച്ചില്ല, ഈ 2 പേര് വെച്ച്. അങ്ങനെ 72 പേരെ പറഞ്ഞയക്കുന്ന സമയത്ത് ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ വഴിയിൽ കാണുന്ന ആരെയും സംസാരിച്ച് നിൽക്കരുത്, അഭിവാദ്യം പോലും ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ ഏത് ദൗത്യത്തിന് വേണ്ടി ആണോ നിങ്ങൾ പോകുന്നത്, ആ ദൗത്യത്തെ ലക്ഷ്യം വെച്ച് വേണം പോകാൻ. അവിടെ പോകുന്ന വഴിക്കൊരിടത്തും ഒന്ന് അഭിവാദനം പോലും പറഞ്ഞ് സമയം കളയാതെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങണം, നിങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കണം എന്നാണ്. ആ ഒരു കാര്യം, ഈ സമർപ്പണം എന്ന് പറയുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല, അവിടുത്തെ രാജ്യത്തിന് വേണ്ടിയാണ്, അവിടുത്തെ സത്യം പ്രഘോഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഓരോ പ്രഭാതത്തിലും ഞാൻ എന്നെ സമർപ്പിച്ച് അവിടുത്തെ വരവിന് വേണ്ടി കാത്തിരുന്ന് അവിടുത്തെ ഏറ്റുവാങ്ങി അവിടുന്ന് എന്നിൽ പ്രവർത്തിക്കുവാൻ എന്നെ തന്നെ വിട്ടുകൊടുത്തുള്ള ഒരു ജീവിതം. ആ ജീവിതത്തിനകത്ത് വലിയ സന്തോഷമുണ്ട്, വലിയ നിർവൃതിയുണ്ട്, കൃതാർത്ഥതയുണ്ട്. അത് നമുക്ക് ഉണർവ് നൽകുന്നതാണ്. ആ ഉണർവ് നമുക്ക് പ്രഭാതത്തിൽ കിട്ടിയ അത് പ്രദോഷം വരെ നമ്മൾ അത് നിലനിൽക്കുകയും ചെയ്യും, നിലനിൽക്കണം. അതെ, അത് ഊർജം അവിടുന്ന് കിട്ടണം. അപ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞും നമ്മളൊരു ഊർജ്ജം സ്വീകരിച്ചും രാവിലെ എണീക്കുമ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഈ പാട്ട് അതിന് ചേർന്നതുമാണ്. നമുക്ക് ഈ പാട്ടൊന്ന് മുഴുവനായി കേട്ട് നോക്കാം. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥാ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥാ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം.
ഇതാ ഇന്ന് നിന്റെ ദയാധിക്യമല്ലോ ഉണർത്തുന്നതെന്നെ അനുഗ്രഹിച്ചാലും ഉണർത്തുന്നതെന്നെ അനുഗ്രഹിച്ചാലും പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥാ വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം. പിതാവിൻ്റെ മുൻപിൽ പ്രസാദിച്ച പുത്ര, ജീവന്റെ നാഥ എഴുന്നള്ളിയാലും. പിതാവിൻ്റെ മുൻപിൽ പ്രസാദിച്ച പുത്ര, ജീവന്റെ നാഥ എഴുന്നള്ളിയാലും. സദാ എൻ്റെ ഉള്ളിൽ പ്രകാശിച്ചു വാഴൂ വിളങ്ങട്ടെ ഞാനും നിൻ ജ്വാലയായി, വിളങ്ങട്ടെ ഞാനും നിൻ ജ്വാലയായി. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥാ വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം. പ്രഭു നന്ദിയോടെ പ്രകീർത്തിച്ചിടുന്നേൻ, നീയാണു നാഥൻ ഞാൻ നിന്റെ സ്വന്തം. പ്രഭു നന്ദിയോടെ പ്രകീർത്തിച്ചിടുന്നേൻ, നീയാണു നാഥൻ ഞാൻ നിന്റെ സ്വന്തം. സദാ നിന്റെ സത്യം പ്രഘോഷിച്ചു പാടാനിറങ്ങട്ടെ വേഗം, നീ നയിച്ചാലും ഇറങ്ങട്ടെ വേഗം, നീ നയിച്ചാലും. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥാ വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥാ വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം. ഈ ഗാനത്തിൻ്റെ പേരിൽ ഒത്തിരി പേരെന്നെ അഭിനന്ദിച്ചിട്ടുണ്ടെങ്കിലും ശ്രീ അരവിന്ദാക്ഷ മേനോൻ, അതായത് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പ്രസംഗിച്ചു വരാറുള്ള നമ്മുടെ അൽഫോൻസിൻ്റെ ഫാദറിൽ, അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ തന്നെ ഈ പാട്ടിൻ്റെ പേരിൽ അപ്രീഷിയേറ്റ് ചെയ്തതും ഇതിൻ്റെ ഓരോ സവിശേഷതകൾ എടുത്തു പറഞ്ഞതും. ധാരാളം പ്രാവശ്യം അദ്ദേഹം ഈ പാട്ട് കേട്ടതിനെക്കുറിച്ചൊക്കെ പറയുണ്ടായി. അങ്ങനെ പലരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ച് ഒരു ഓർമ്മ എനിക്ക് നിൽക്കുന്നത്, ഞാനൊരു വേദിയിൽ ഒരു കുട്ടി ഈ പാട്ട് പാടുന്നത് കേട്ടു. അതായത് ഒരു സാധാരണ ആരംഭത്തിൽ ഒരു യോഗത്തിൻ്റെ ആരംഭത്തിൽ ഈശ്വര പ്രാർത്ഥന, അതെ, അങ്ങനെ പാടിയപ്പോൾ ദ എന്ന അക്ഷരം ആ കുട്ടിക്ക് ഭായായിട്ടാണ് തോന്നിയത്. അപ്പം ഇതാ ഇന്ന് നിന്റെ ദയാധിക്യം എന്നത് ഇതാ ഇന്ന് നിന്റെ ഭയാധിക്യമല്ലോ ഉണർത്തുന്നത് തന്നെ. പക്ഷെ നമ്മുടെ പല ആളുകളും അത് വാക്കിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെ പാടി വരുന്നുണ്ട് എന്നുള്ളതും വേറൊരു വശമാണ് എന്ന് ഞാൻ പറയണേ. ഉണ്ട്. അത് ഈ ട്യൂണ് ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുകയും അതെ, വാക്കുകൾക്ക് ശ്രദ്ധ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം മ്യൂസിക് പഠിക്കുന്നവർക്ക് പ്രധാനം ട്യൂണാണ്. സംഗീതം ആലപിക്കുന്നവർക്കും ട്യൂണാണ് പ്രധാനം. നമുക്കത് കേൾക്കുമ്പോൾ താൽക്കാലികമായിട്ട് പെട്ടെന്നൊരു വിഷമം തോന്നുമെങ്കിലും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അപ്പോൾ അച്ഛൻ അറിയാമല്ലോ, നമ്മുടെ റെക്കോർഡിംഗ് സെഷനിൽ എന്ത് സമയമാണ് ഈ ലിറിക്സിന് വേണ്ടി നമ്മൾ കളയുന്നത്. ഓരോ അക്ഷരങ്ങൾ പറയിപ്പിക്കുന്നതും വാക്കുകൾ പറയിപ്പിക്കുന്നതും അതിൻ്റെ ഫീൽ ഉണ്ടാക്കുന്നതും അത് സാധാരണ ആൾക്കാർക്ക് അത് അത്രയും പെയിൻ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് മനസ്സിലാവുന്നില്ല. അതാണ് ഈ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് അരവിന്ദാക്ഷ മേനോൻ പറഞ്ഞപ്പോൾ എനിക്കൊന്ന് കൂട്ടിച്ചേർക്കാനുണ്ട്. കാരണം മറ്റൊരു സംസ്കാരത്തിൽ നിന്നും നമ്മുടെ വിശ്വാസം സ്വീകരിച്ചു വന്ന ആൾക്കാർക്കുണ്ടല്ലോ, ഇത് ഭയങ്കര അവരുടെ ഒരു നൊസ്റ്റൽജിക്കൽ ഫീലിംഗ് ഉണ്ട് ഈ രാഗത്തിനും ഇതിൻ്റെ ഈ വാക്കുകളുടെ പ്രയോഗത്തിനും. അപ്പോൾ അവർക്ക് അവരെ കൂടി അംഗീകരിച്ചു, ആദരിച്ചു
എന്നൊരു തോന്നലുണ്ട്. അച്ഛനങ്ങനെ തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ ട്യൂണും അതിൻ്റെ രാഗവും എല്ലാം അവർക്ക് സ്വീകാര്യമാകുമ്പോൾ, ഇപ്പോൾ അവർക്ക് സ്വീകാര്യമായ സന്ദേശവും കൂടി അതിനകത്ത് വരുമ്പോൾ ശരിക്കും അവർ ആസ്വദിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ അവരൊരു ആദരവ് നമ്മൾ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അച്ഛനത് എടുത്തെടുത്ത് പറഞ്ഞത് ആദരവ് നമ്മൾ കാണിക്കണം. അത് സംഗീതത്തിലായാലും നമ്മൾ പ്രഘോഷണത്തിലായാലും ആ ആദരവ് കാണിക്കണം. നമ്മളിന്നൊരു ആദരവ് കൂടെ കാണിച്ചിട്ടുണ്ട്. കാരണം ഈ പാട്ട് പാടാൻ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആൾ അജിത് വിജയൻ. നമ്മുടെ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ മുതൽ നമ്മളോട് സഹകരിക്കുകയും റെക്കോർഡിസ്റ്റായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആളല്ലേ. അങ്ങേരുടെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാമല്ലോ. എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനലിനെ പോലെ അല്ലെങ്കിൽ ഇച്ചിരിയുടെ ഭംഗിയായിട്ട് അവനത് റെൻഡർ ചെയ്തിട്ടുണ്ട്. അച്ഛൻ തോന്നിയോ? തീർച്ചയായിട്ടും. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഭക്തി പശ്ചാത്തലം മറ്റൊന്നായതുകൊണ്ടാണ്. അരവിന്ദാക്ഷമേനോൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഏറ്റവും സ്വീകാര്യമായ ഒന്നാണ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ. ഇല്ല. സണ്ണി സെലക്ട് ചെയ്ത ആൾ നന്നായി എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ ഓർത്തു. അദ്ദേഹം അത് ഉൾക്കൊണ്ട് തന്നെയാണ് പാടിയത്. ഏതായാലും ഇങ്ങനെ ഒരു അപൂർവ രചനയും അതിനിങ്ങനെ അപൂർവമായ ഒരു രാഗബദ്ധമായ ഒരു ട്യൂണും ഒക്കെ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട മനസ്സിന് നന്ദി. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയത്ത് വീണ്ടും കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥ വാഴ്ത്തുന്നു ഞാനും. ദിവ്യാപദാനം ഇതാ ഇന്ന് നിന്റെ ദയാധിക്യമല്ലോ ഉണർത്തുന്നതെന്നെ അനുഗ്രഹിച്ചാലും ഉണർത്തുന്നതെന്നെ അനുഗ്രഹിച്ചാലും. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥ വാഴ്ത്തുന്നു ഞാനും. ദിവ്യാപദാനം പിതാവിൻ്റെ മുമ്പിൽ പ്രസാദിച്ച പുത്ര, ജീവന്റെ നാഥ എഴുന്നള്ളി